പ്ലം കേക്കാണ്. ഞങ്ങൾ ഓവനിൽ വെച്ചാണ് തയ്യാറാക്കുന്നത്. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുവാണല്ലോ, സോ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പ്ലം കേക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും ഞങ്ങളെ അറിയിക്കും. പ്ലം കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. ഞാനിന്ന് പ്ലം കേക്ക് തയ്യാറാക്കുന്നത് ഈ ബൗളിൽ വെച്ചാണ് തയ്യാറാക്കുന്നത്, ഓവനിൽ വെച്ചാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ മൈദ 1 കപ്പ് എടുത്തിട്ടുണ്ട്, പൗഡേർഡ് ഷുഗർ, മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ്, അത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്, കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, കാഷ്നട്ട് കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ സ്പൈസസ് ഗ്രാമ്പു, പട്ട, ഏലക്ക, പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണിത്, പിന്നെ മിൽക്ക് മെയ്ഡ്, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, പിന്നെ നട്ട്സിൻ്റെ മിക്സ് എടുത്തിട്ടുണ്ട്. നട്ട്സിൻ്റെ മിക്സിൽ ഞാൻ കാഷ്നട്ട്, പിസ്ത, ബ്ലാക്ക് റൈസിൻസ്, ട്യൂട്ടി ഫ്രൂട്ടി, വാൾനട്ട് എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് വെച്ചതാണിത്. പിന്നെ ബട്ടർ എടുത്തിട്ടുണ്ട്, ഹണി എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ, വാനില എസൻസ്, എഗ്ഗിൻ്റെ യോക്ക് എടുത്തിട്ടുണ്ട്, എഗ്ഗ് സെപ്പറേറ്റ് ചെയ്തത്, എഗ്ഗ് വൈറ്റ്, എഗ്ഗ് യോക്ക് എടുത്തിട്ടുണ്ട്. 2 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. എഗ്ഗിൻ്റെ യോക്കും എഗ്ഗിൻ്റെ വൈറ്റും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1 കപ്പ് എടുത്തിട്ടുണ്ട്, അത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഞാൻ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊരു ടേബിൾ സ്പൂൺ വേണം. പിന്നെ ഓറഞ്ച് ജ്യൂസ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടുന്നത്. ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്ന വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇനി അത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അത് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ അത് നല്ലപോലെ ഒന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന നട്ട്സ് എല്ലാം ഒന്ന് നല്ലപോലെ സോഫ്റ്റായി വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ലപോലെ ഒന്ന് കുക്ക് ആവട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ നട്ട്സ് ഒന്ന് കുക്ക് ആവട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അത് നല്ലപോലെ ഒന്ന് കാരമലൈസ് ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കാരമലൈസ് ചെയ്തെടുത്താൽ മതി. ഒരു ബ്രൗൺ കളറ് ആയി വരണം ഇത്. അപ്പം നമ്മുടെ നട്ട്സ് എല്ലാം ഓറഞ്ച് ജ്യൂസൊക്കെ ഇടുന്നത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിനെ ഒന്ന് തണുക്കണം. ഇതിനെ നല്ലപോലെ ഒന്ന് തണുക്കട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഷുഗർ ഇവിടെ നല്ലപോലെ കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരുന്നിടം വരെ ഒന്ന് ആക്കിയെടുക്കുക. ഷുഗർ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്താൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പും അതുപോലെ തന്നെ ഞാൻ എടുത്തു വെച്ച നട്ട്സിൻ്റെ മിക്സും തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബട്ടർ, റൂം ടെമ്പറേച്ചറിലെ ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എഗ് യോക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൗഡേർഡ് ഷുഗർ ചേർത്ത് കൊടുക്കാം.
സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കാം. വൺ ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മിക്സ്ഡ് നട്ട്സിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഹണി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഷുഗർ കാരമൽ കുറച്ചായി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഷുഗർ കാരമൽ ഒഴിച്ച് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ നട്ട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ വൈറ്റ് നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. എഗ്ഗിൻ്റെ വൈറ്റ് നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് വെച്ച നട്ട്സ് കാഷ്നട്ട് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ പാത്രത്തിലാണ് കേക്ക് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല, അതുകൊണ്ട് ഞാൻ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നമുക്ക് ഡെക്കറേഷന് വേണ്ടി കാഷ്നട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം.